The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome to Macroeconomics. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് we are just starting our new lesson, that is Introduction to Macroeconomics. Introduction to Macroeconomics. Till now we discussed about microeconomics. അല്ലേ, നമ്മൾ microeconomics ആണ് ഡിസ്കസ് ചെയ്തത്. That is first chapter, second chapter, third chapter. We just completed 3 chapters in microeconomics. And here we are starting with a new, that is macroeconomics. We are starting with a macroeconomics. What is the difference between microeconomics and macroeconomics? That we already discussed in the first chapter of microeconomics, isn't it? See, the term micro and macro is first used by Ragnar Fresh. The term micro and macro is used by Ragnar Fresh in the year 1933. 1933 റാഗ്നർ ഫ്രഷ് ആണ് മൈക്രോ മാക്രോ എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്തത്. വാട്ട് യു മീൻ ബൈ മൈക്രോ എക്കണോമിക്സ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അല്ലേ, മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് സ്മോൾ യൂണിറ്റ്സ് ഓഫ് എക്കോണമി ലൈക്ക് ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഹൗസ് ഹോൾഡ് ഓർ എ ഫേം. അല്ലേ, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മൈക്രോ എക്കണോമിക്സ്. ദെൻ വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്? Macro economics deals with the aggregates like GNP, total employment, total saving, investment and general price level. Macroeconomics deals with the aggregate. Macroeconomics deals with the aggregate. And see, microeconomics is studying about a tree, where macroeconomics is a study of a forest. മൈക്രോ എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് എ ട്രീ. ഒരു മരത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ദാറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ. See, difference between micro and macroeconomics. This one we discussed in the first chapter of microeconomics. അല്ലേ, നമ്മൾ മൈക്രോ എടുത്തപ്പോൾ ഈ ഡിഫറൻസ് അവിടെ പറഞ്ഞതാണ്. ദറ്റ് ഈസ് യൂണിറ്റ് ഓഫ് സ്റ്റഡിയിൽ വെച്ചിട്ട് മൈക്രോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് മാക്രോ ഇറ്റ് ഈസ് അഗ്രിഗേറ്റ്. മെത്തേഡ് പറയുമ്പോൾ ഇറ്റ് ഈസ് മൈക്രോ എന്ന് പറയുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ്, ഒരാളുടെ ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. ദെൻ മാക്രോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറൽ ഇക്വിലിബ്രിയം. വ്യൂ പോയിന്റ്, വേർംസ് ഐ വ്യൂ ആൻഡ് അവിടെ പറയുമ്പോൾ ബേർഡ്സ് ഐ വ്യൂ. എക്സാമ്പിൾസ് ഡിമാൻഡ് ഫോർ പെൻ, സാലറി ഓഫ് എ പേഴ്സൺ, യൂട്ടിലിറ്റി, കോസ്റ്റ്, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഹിയർ നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻഫ്ലേഷൻ, മണി സപ്ലൈ. ഇതൊക്കെയാണ് നമ്മൾ മൈക്രോ മാക്രോ ഡിഫറൻസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്, വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. വി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. അല്ലേ, മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്സിലേക്ക് ഇത് കോപ്പി ചെയ്ത് എഴുതിക്കോളൂ, പ്രശ്നമില്ല. നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടി കോപ്പി ചെയ്ത് എഴുതുക. ഓക്കെ, സി micro and macro concept. Micro and macro concept, that is examples. See here, micro concept includes wage rate. വേജ് റേറ്റ് അല്ലേ, എന്താ വേജ് റേറ്റ്? ഒരാൾക്ക് കിട്ടുന്നതാണ് കൂലി. അതെന്താണ്? അത് മൈക്രോ ആണ് അല്ലേ, വേജ് റേറ്റ്. പ്രൈസ് ഓഫ് പെൻസിലിൻ്റെ വില. അലോക്കേഷൻ റിസോഴ്സസ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് ഇൻഡിവിജ്വൽ. അല്ലേ, നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ ഇൻഡിവിജ്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഏതിൽ വരും? മൈക്രോയിൽ വരും. ദെൻ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്.
പ്രൈസ് തിയറി, ഇനി വേറൊരു പേരാണ് പ്രൈസ് തിയറി. റെൻറ്റ് ഫോർ എ ഹൗസ്, ഒരു വീടിൻ്റെ വാടക. ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തൊക്കെ വരുന്നുണ്ടോ ദാറ്റ് ഈസ് നോൺ ആസ് മൈക്രോ കൺസെപ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോ കൺസെപ്റ്റ്. വേറാസ് ദ മാക്രോ കൺസെപ്റ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഇൻഫ്ലേഷൻ. വാട്ട് യു മീൻ ബൈ ഇൻഫ്ലേഷൻ? റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ ഈസ് നോൺ ആസ് ഇൻഫ്ലേഷൻ. വില കൂടുതലാകുക. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ്, പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ ഒരാളുടെ ക്യാഷ് മാത്രമാണോ? അല്ല, ആസ് എ കൺട്രി ആസ് എ ഹോൾ, അല്ലേ? കൺട്രി ആസ് എ ഹോൾ. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ദെൻ പെർ ക്യാപിറ്റ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഫുൾ എംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ, മോണിറ്ററി പോളിസി ഓഫ് RBI, ഫിസിക്കൽ പോളിസി ഓഫ് ഗവൺമെൻറ്. ഇതൊക്കെ നമ്മൾ മാക്രോ എക്കണോമിക്സിലെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ ഹൗ ടു ഡിസ്കസ് അബൌട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ജനറൽ പ്രൈസ് ലെവൽ, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, പെർ ക്യാപിറ്റ ആൻഡ് GDP ഒക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ദീസ് ആർ ദ മാക്രോ കൺസെപ്റ്റ്. ഇതിനെയൊക്കെ എന്താ പറയുക, മാക്രോ കൺസെപ്റ്റ്, ബിക്കോസ് ഇറ്റ് കൺസിഡർ ദ അഗ്രിഗേറ്റ് ലെവൽ. അത് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? അഗ്രിഗേറ്റ് ലെവലിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. Yes. What do you mean by economic agents? By economic unit or economic agents, we mean those individual or institution which take economic decisions. They can be consumer who decide what and how much to consume. They may be producer of goods and services who decide what and how much to produce. അല്ലേ? നമ്മൾ മൈക്രോയുടെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ കൺസ്യൂമറും പ്രൊഡ്യൂസറുമാണ് മൈക്രോ എക്കണോമിക്സിൽ വരിക. അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗ മച്ച് ഐ ഹാവ് ടു പർച്ചേസ് ആൻഡ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഐ ഹാവ് ടു പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്കണോമിക് ഏജൻറ്റ്, അല്ലേ? അതൊരു എക്കണോമിക് ഏജൻറ്റാണ്. കൺസ്യൂമർ ഒരു എക്കണോമിക് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ എന്തായിരിക്കും ചെയ്യുക? ഹൗ മച്ച് ഐ ഹാവ് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ഇൻ ക്വാണ്ടിറ്റി, അല്ലേ? എനിക്ക് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, എത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കണം, ദാറ്റ് ഈസ് വാട്ട് പ്രൊഡ്യൂസർ. ഇത് രണ്ടെണ്ണം നമുക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ ഏജൻസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ ഏജൻസീസ് ലൈക്ക് ഗവൺമെൻറ്, കോർപ്പറേഷൻ, ബാങ്ക് ആൾസോ ടേക്ക് എക്കണോമിക് ഡിസിഷൻസ്. അപ്പോൾ എക്കണോമിക് ഏജൻസ് ആണ് എക്കണോമിക് ഡിസിഷൻസ് എടുക്കുക. സോ എക്കണോമിക് ഏജൻസ് ആർ ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ, then consumer is an economic agent, then government is an economic agent, then who else? bank വരും, കോർപ്പറേറ്റ്സ് വരും, അങ്ങനെ കുറേ പോകുന്നു. ഇതൊക്കെയാണ്, ഇവരെല്ലാവരും എക്കോണമിയിൽ ഓരോരോ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നുണ്ട്. So without this economic agents, the economy cannot move. ഈ എക്കോണമി മൂവ് ചെയ്ത് പോകണമെങ്കിൽ ഈ എക്കണോമിക് ഏജൻസ് വേണം, അവരുടെ ഡിസിഷൻ വേണം. അതാണ് ഡിസിഷൻ മേക്കിംഗ് ബൈ എക്കണോമിക് ഏജൻസ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മാക്രോ എക്കണോമിക്സിൻ്റെ പ്രത്യേകത. ദറ്റ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദ ഫസ്റ്റ് വൺ, മാക്രോ എക്കണോമിക് പോളിസീസ് ആർ pursued by the state or statutory bodies like RBI, SEBI, that is SEBI, and other institutions. Such bodies have a public goals to pursue as defined by the law or Constitution of India. The goals of macroeconomic agents are different from individual decision makers, that is microeconomic agents. Clear? Consumer aim എന്താണ്? maximum satisfaction I have to get from a purchasing a particular കമ്മോഡിറ്റി, അല്ലേ? കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? എനിക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണം. പ്രൊഡ്യൂസർക്ക് എന്താണ്? ഇറ്റ്സ് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അതൊക്കെ ഇൻഡിവിജ്വലാണ്. ബട്ട് ദ മാക്രോ എക്കണോമിക് ഏജൻറ്റ്സ്, ദാറ്റ് ഈസ് ഗവൺമെൻറ്, ബാങ്ക്, സെബി, കോർപ്പറേഷൻ, അവർക്കൊക്കെ ദേ ഹാവ് വൺ ഒബ്ജക്റ്റീവ്. അവർക്ക് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. ദാറ്റ് ഈസ് നോട്ട് ഇൻഡിവിജ്വൽ. അവർക്ക് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ല, ബട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ആണ്. ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ആണ്. അപ്പോൾ വാട്ട് എവർ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ മാക്രോ എക്കണോമിക് ഏജൻറ്റ്സ് വിൽ ഇൻഫ്ലുവൻസ് ദ പബ്ലിക് എന്നുള്ളതാണ്. എന്ത് മാക്രോ എക്കണോമിക്സ് ഏജൻസ്, ഗവൺമെൻറ് എന്ത് ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് വൺ മോർ തിങ് ഹിയർ, they can take the decision
that should be based on the law and constitution of India. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും, പക്ഷെ അത് എന്തിന് ബേസ് ചെയ്തിട്ടുണ്ടാകണം? ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും നിയമവും പറയുന്നതിനനുസരിച്ചായിരിക്കും എക്കണോമിക് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് economic objective is to provide the welfare of the people. ഇവിടെ എന്തായിരിക്കണം? എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആയിരിക്കണം. ജനങ്ങളുടെ വെൽഫെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്കോണമിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഓൺ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. സോ there are two important characteristics of macroeconomics. The first one is macroeconomic policies are taken by the state or the statutory bodies like RBI, SEBI, ഗവൺമെൻറ് അല്ലേ? സ്റ്റേറ്റ് പറഞ്ഞ ഗവൺമെൻറ്റോ RBIയോ SEBIയോ ഒക്കെ ആയിരിക്കും ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ എനി അതർ ഓർഗനൈസേഷൻസ്. അവരുടെ എയിം എന്തായിരിക്കണം? ദാറ്റ് ഈസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആയിരിക്കണം. Okay, see Adam Smith, you know that he is the father of economics. Adam Smith is the father of economics. See, Adam Smith is regarded as the founding father of modern economics. It was known as political economy at that time. He was a Scotsman and a professor of University of Glasgow, philosopher by training. His well-known work, An Inquiry into Nature and Causes of Wealth of Nation, published in the year 1776, regarded as the first major comprehensive book on the subject. The passage from the book, "It is not from the benevolence of butcher and brewer and baker that we expect our dinner, but from the regard to their own interest. We address ourselves not to their humanity but to their self-love, and never talk to them of our own necessities but of their advantage." Is often cited as the advocacy for the free market economy. The physiocrats of France were the prominent thinkers of political economy before Smith. See, Adam Smith's words ആണ്. It's an explanation regarding to the wealth definition, an inquiry into nature and causes of wealth of nation. അവിടെയും പറയുന്നുണ്ട് wealth of nation എന്നുള്ളതാണ്. ആഡം സ്മിത്ത് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ടു വെൽത്ത്, അല്ലേ? വെൽത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായത്. ആൻഡ് ദാറ്റ് ടൈം എക്കണോമിക്സ് ഈസ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. എക്കണോമിക്സ് പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. ആൻഡ് ബിഫോർ ആഡം സ്മിത്ത് ഇതിന് മുന്നിലുള്ള എക്കണോമിക്സുകളുണ്ട്, മെർക്കൻറ്റലിസ്റ്റ്, അതേപോലെ തന്നെ ഫിസിയോക്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ദാറ്റ് യു വിൽ ബി സ്റ്റഡിങ് ഇൻ ഹയർ ക്ലാസ്സസ്. നൗ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് the founding father of economics is Adam Smith, and his important work is An Inquiry into Nature and Causes of Wealth of Nation, published in the year 1776. The next eminent thinker of macroeconomics, father of macroeconomics, is John Maynard Keynes. John Maynard Keynes, British economist, was born in 1883. He was educated in King's College, Cambridge, United Kingdom, and later appointed its dean. Apart from being a sharp intellectual, he actively involved in the international diplomacy during the years following the First World War. He processed the breakdown of the peace agreement of the war, the book Economic Consequences of the Peace, that is published in the year 1919. His book General Theory of Employment, Interest and Money in 1936 is regarded as the one of the major influential economics book of the 20th century. He was also shared with foreign currency speculator. John Maynard Keynes, his major important work is General Theory, that is General Theory of Employment, Interest and Money, published in the year 1936, is considered as the important work of John Maynard Keynes, and he is regarded as the father of macroeconomics. Emergence of macroeconomics. Emergence of macroeconomics. എങ്ങനെയാണ് macroeconomics ഡെവലപ്പ് ചെയ്ത് വന്നത്? This is new topic for you, isn't it? Macroeconomics is developed as a separate branch during the time of 1930s. That is the Depression time. That time Keynes published his book, that is General Theory of Employment, Interest and Money, in the year 1936.
And in this book, Keynes is giving a solution to the depression that faced during that particular time, that is 1929-30. ആ കാലഘട്ടങ്ങളിൽ എക്കോണമി ഡിപ്രഷനിലായിരുന്നു. എന്താണ് ഡിപ്രഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ആ സ്റ്റേജിൽ ആ ഡിപ്രഷൻ വന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്കോണമിയെ പിടിച്ചു നിർത്താനും അതിനെ സോൾവ് ചെയ്യാനും ആർക്ക് കഴിഞ്ഞു, കെയ്ൻസിന് കഴിഞ്ഞു, വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് ജനറൽ തിയറി പബ്ലിഷ് ചെയ്തതിലൂടെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് കെയ്നീഷ്യൻ റവല്യൂഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. സി, അപ്പോൾ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്യൂറിങ് ദ ടൈം ഓഫ് 1930s ഓർ 1920 ടൈം ദ എക്കോണമി ഈസ് ഇൻ ദ ഡിപ്രഷൻ സ്റ്റേജ്. എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് ഡിപ്രഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആ ഡിപ്രഷൻ എങ്ങനെ കരകയറണം എന്നുള്ളത് ചെയ്തതായിരുന്നു, അങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നതായിരുന്നു കെയ്ൻസ് ബൈ ഹിസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ കെയ്ൻസിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ എക്കണോമിക്സ്. അതിന് പറയുന്നതാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നാണ് പറയുക. അപ്പോൾ കെയ്ൻസിന് മുന്നേ ഉണ്ടായിരുന്നത്. സോ ദ ഡൊമിനൻറ്റ് തിങ്കിങ് ഇൻ എക്കണോമിക്സ് ബിഫോർ കെയ്ൻസ് വാസ് ദാറ്റ് ഓൾ ലേബറേഴ്സ് who are ready to work will find the employment and the factories will be working at their full capacity, and this school of thought is known as classical tradition. ഇപ്പോൾ ക്ലാസിക്കൽസ് പറഞ്ഞത് ജോലി വേണ്ടവൻ എന്തായാലും ജോലി കണ്ടെത്തും, എക്കോണമിയിൽ ഫാക്ടറിയൊക്കെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വർക്ക് ചെയ്തു പോകും എന്ന് വെച്ചാൽ എപ്പോഴും എക്കോണമി വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന്. ഡിമാൻഡും സപ്ലൈയും കൂടി എപ്പോഴും എന്തായിരിക്കും, ഇക്വിലിബ്രിയം. ഡിമാൻഡ് ഫോർ ലേബർ ആയാലും സപ്ലൈ ഓഫ് ലേബർ ആയാലും എല്ലാം എക്കോണമിയിൽ എന്തായിരിക്കും, ഇക്വിലിബ്രിയം ആയിരിക്കും. അവിടെ ഡിസിക്വിലിബ്രിയം ഇല്ല. ഫുൾ കപ്പാസിറ്റിയിലായിരിക്കും എക്കോണമി മൂവ് ചെയ്ത് പോവുക, ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ certain group of economics is known as, a certain category of a certain thought of school is known as classical tradition. And the emergence, the important principles of classical economics are, the first one, laissez-faire. Laissez-faire എന്താണ്, that is non-intervention of government in economic activities. ഗവൺമെൻറ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഹിയർ വാട്ട് എവർ മേ ബി ദ പ്രോബ്ലം in market, it is automatically corrected. ഡിമാൻഡും സപ്ലൈയും എങ്ങനെയാണെങ്കിലും ശരി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് വിൽ ക്ലിയർ ഓൾ ദ പ്രോബ്ലംസ് എന്നാ പറയുക. മാർക്കറ്റ് അതിൻ്റെ പ്രോബ്ലംസ് മുഴുവൻ ക്ലിയർ ചെയ്തോളും. നോൺ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ ആരും ഇടപെടാൻ പാടില്ല, ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് laissez-faire. And second one is Say's law of market. Say's law of market, that is supply creates its own demand. Supply creates its own demand. That means whatever may be produced, that is automatically consumed in the market. എന്തൊക്കെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്യും, വിൽക്കും. അവിടെ എന്ത് ചെയ്യില്ല, ഓവർ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അണ്ടർ പ്രൊഡക്ഷനോ ഉണ്ടാവില്ല. സാധനങ്ങൾ വിറ്റഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. സാധനങ്ങൾ വിറ്റഴിയാത്തൊരു സിറ്റുവേഷൻ എക്കോണമിക്ക് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് whatever may be produced, that is automatically consumed in the market. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതെന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ്. അവിടെയും അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് അവർ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ് ഫോഴ്സസ് വിൽ എൻഷുർ ഇക്വിലിബ്രിയം ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിമാൻഡും സപ്ലൈയും വരച്ചു. ഇനി ഇവിടെയും ഇങ്ങോട്ടും പോയ എക്സസ് ഡിമാൻഡ് അല്ലെങ്കിൽ എക്സസ് സപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, ഡിമാൻഡ് കുറയുകയാണെങ്കിലും സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി എക്കോണമി വിൽ കം ടു ഇക്വിലിബ്രിയം. എക്കോണമി എന്ത് ചെയ്യും, ഇക്വിലിബ്രിയത്തിലെത്തും, ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് classical economics. Once again I am repeating, the first point is laissez-faire economy, that is non-intervention of government, and the second one is supply creates its own demand, that is Say's law of market, and the third one is
that is invisible hand of market. There is an invisible force in the market എന്ന് പറയാം. മാർക്കറ്റിൽ ഒരു ഇൻവിസിബിൾ ഫോഴ്സസ് ഉണ്ടാകും. അവിടെ എക്കോണമിയിൽ ബൂമോ ഡിപ്രഷനോ എന്ത് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ദ ഓട്ടോമാറ്റിക് ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് വിൽ ബ്രിങ് ബാക്ക് ടു ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. എക്കണോമിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ഓട്ടോമാറ്റിക് ഫോഴ്സസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബ്രിങ് ബാക്ക് ടു ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് കൊണ്ടുവരും. അവിടെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആർ ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, തോമസ് റോബർട്ട് മാൽത്തസ് ആൻഡ് ജെ.ബി. സേ. ഇമ്പോർട്ടൻറ്റ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, തോമസ് റോബർട്ട് മാൽത്തസ് ആൻഡ് ജെ.ബി. സേ. ബട്ട് ദിസ് പ്രിൻസിപ്പിൾസ് were failed during 1929 onwards. 1929 onwards ആയപ്പോൾ എന്ത് ചെയ്തു? ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫെയിൽഡ് ആയി. ഇവർ പറഞ്ഞിട്ടുള്ള ലേസേ ഫെയർ ആയാലും, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ആയാലും, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ആയാലും, ഇൻവിസിബിൾ ഹാൻഡ് ആയാലും, ഇതൊക്കെ എന്ത് ചെയ്തു? ഫെയിൽ ആയി. ദാറ്റ് മീൻസ് എക്കോണമി ഈസ് ഇൻ ഡിപ്രഷൻ. എക്കോണമി എന്ത് ചെയ്തു? ഡിപ്രഷനിലോട്ട് പോയി. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡിപ്രഷൻ? സി, ഡിപ്രഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിസിനസ് സൈക്കിൾ എന്നുണ്ട്, നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് നോൺ ആസ് ബിസിനസ് സൈക്കിൾ. ഇതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ സ്റ്റേജാണ് ബൂം എന്ന് പറയുക. ബൂം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയും പീക്ക്, അല്ലെങ്കിൽ നമ്മളിവിടെ പറയും ഇൻഫ്ലേഷൻ എന്നൊക്കെ പല പേരുകളുണ്ട്. പണപ്പെരുപ്പമാണ് ബൂം. എക്കോണമി ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ പൊസിഷനെയാണ് ബൂം. അങ്ങനെ വന്നാലും പ്രശ്നമാണ്, എല്ലാവരുടെയും ക്യാഷ് വന്നാലും പ്രോബ്ലമാണ്. ഇപ്പോൾ ഈ ബൂമിൽ നിന്നും എക്കോണമി ഇങ്ങനെ താഴോട്ട് പോകുന്ന ഈ സ്റ്റേജിനെയാണ് റിസഷൻ എന്ന് പറയുക. എക്കോണമി എന്താണ്? റിസഷനാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുതിച്ചു വരുന്ന കാളയെ പോലെ കാണിക്കും അല്ലേ? അപ്പോൾ എന്താണ് കുതിച്ചു വരുന്ന കാള എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങോട്ട് പോവുകയാണ്, റിക്കവറിയാണ്. നമ്മൾ ഈ സെൻസസും നിഫ്റ്റിയൊക്കെ എടുക്കുമല്ലോ, ഇത് റിക്കവറിയാണ്. നമ്മൾ സെൻസസ് നിഫ്റ്റിയൊക്കെ എടുക്കും അല്ലേ? സെൻസസും നിഫ്റ്റിയൊക്കെ നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു കാളയുടെ ചിത്രമായിരിക്കും കാണുക അല്ലേ? അവിടെ എന്താണ്? എക്കോണമി റിക്കവർ ചെയ്യുകയാണ്, മുകളിലോട്ട് എക്കോണമി പോകുകയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ, എക്കോണമി താഴോട്ട് പോകുമ്പോൾ എന്തിൻ്റെ ചിത്രമാണ് കാണിക്കുക? ബിയറിൻ്റെ ചിത്രമാണ് കാണിക്കുക അല്ലേ? ഇനി ഈ സ്റ്റേജാണ് ഡിപ്രഷൻ. ഈ വേർഡിൽ തന്നെ ഉണ്ട്. ഡിപ്രഷൻ പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലാത്ത അവസ്ഥ. എക്കോണമി ഫുൾ എംപ്ലോയ്മെൻ്റ് ഇല്ല, ആർക്കും പണിയില്ല, പ്രൊഡ്യൂസ് ചെയ്തൊന്നും വിറ്റ് പോകുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു 1929. 1929 അല്ലെങ്കിൽ 30s ആ സമയത്ത് ഫേസ് ചെയ്ത പ്രോബ്ലമാണ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിവിയർ എക്കണോമിക് ഡിപ്രഷൻ ദാറ്റ് എൻ വേൾഡ് എക്കോണമി ഈസ് നെവർ ഫേസ്ഡ് എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ ഒരു ഡിപ്രഷൻ പിന്നീട് ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല എക്കോണമി. നൗ ദ കണ്ടീഷൻ ഈസ് മൂവിങ് ടു ദാറ്റ് അല്ലേ? അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ ഹാസ് ഹിറ്റ് ദ വേൾഡ് എക്കോണമി. ഒരു എക്കോണമി ഇപ്പോൾ എല്ലാ എക്കോണമി ഈസ് ഇൻ ദ സ്റ്റേജ് ഓഫ് റിസഷനാണ്. റിസഷൻ്റെ സ്റ്റേജിലാണ്. എപ്പോൾ വേണമെങ്കിലും എക്കോണമി എന്ത് ചെയ്യാം? താഴോട്ട് കൂപ്പുകുത്തി വീഴാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആ സമയത്ത് ഈ ക്ലാസിക്കൽ എക്കണോമിക്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലേസേ ഫെയറും സെയിൽസ് ലോ ഓഫ് മാർക്കറ്റും ഇൻവിസിബിൾ ഹാൻഡും ഒക്കെ ഫെയിൽഡായി. ഇനി എങ്ങനെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആ ഒരു സൊല്യൂഷൻ തന്നതാണ് കെയ്ൻസ്. ഇവിടെയാണ് മക്കളെ മാക്രോ എക്കണോമിക്സ് ഈസ് ഇവല്യൂഷൻ, അല്ലെങ്കിൽ ഇവിടെയാണ് മാക്രോ എക്കണോമിക്സ് ഈസ് എമർജ്ഡ്. അവിടെയാണ് മാക്രോ എക്കണോമിക്സ് ജനിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് എമർജ് ചെയ്ത് വന്നത് അല്ലേ? ഡ്യൂറിങ് ഡിപ്രഷൻ്റെ സമയത്ത് ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ തോട്ടായിട്ടുള്ള ഫുൾ എംപ്ലോയ്മെൻറ്റും ലേസേ ഫെയറും സെയിൽസ് ലോ ഓഫ് മാർക്കറ്റും ഇൻവിസിബിൾ ഹാൻഡും ഒക്കെ ഫെയിലായ ആ സമയത്ത് കെയ്ൻസ് എന്ത് ചെയ്യാണ്? ഈസ് പബ്ലിഷിംഗ് ഹിസ് ബുക്ക് ഇൻ ദ ഇയർ 1936 ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് എക്കണോമിക് ഡിപ്രഷൻ അല്ലേ? ആ സമയത്തുണ്ടായിരുന്ന ഡിപ്രഷൻ സോൾവ് ചെയ്യാൻ പറ്റി, ഗ്രേറ്റ് ഡിപ്രഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കെയ്ൻസ് എന്ത് ചെയ്യണം? ഒരു ബുക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് കെയ്ൻസ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കെയ്ൻസ് പറയുന്നത് ഇങ്ങനെയാണ്. C+I+G+X-M നിങ്ങൾ പഠിക്കും. X-M എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ്റും എക്സ്പോർട്ടും ഇമ്പോർട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ആരുടെ ഇൻഫ്ലുവൻസ് വേണം?
government must interfere in the economy എന്നാണ് കെയ്ൻസ് പറയുന്നത്. കെയ്ൻസ് ഈസ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ഗവൺമെൻറ്. ദർ ഈസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു സോൾവ് ദ എക്കണോമിക് പ്രോബ്ലംസ് എന്നാണ് പറയുക. എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ഫെയിലായപ്പോൾ ഗവൺമെൻറ് അവിടെ ഇൻഫ്ലുവൻസ് വേണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞതാണ് കെയ്ൻസ്. ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദ അപ്കമിങ് ചാപ്റ്റേഴ്സ്. ഓക്കെ, യെസ്, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞു എക്കോണമി ഈസ് ഇൻ ദ ഗ്രേറ്റ് ഡിപ്രഷൻ, അല്ലേ? ഡിപ്രഷനിലായിരുന്നു. സോ വാട്ട് യു മീൻ ബൈ ഗ്രേറ്റ് ഡിപ്രഷൻ? എന്താണ് അപ്പോൾ എക്കോണമിക്ക് സംഭവിച്ചത്? മോഡേൺ എക്കണോമിക് ഹിസ്റ്ററിയുടെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ യു എസ് എയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ 1929 സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇറ്റ് സ്പ്രെഡ് ടു അതർ കൺട്രീസ്, ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് മുഴുവൻ ഇത് സ്പ്രെഡ് ചെയ്തു. മെനി ബാങ്ക്സ് വെൻറ്റ് ബാങ്ക്രപ്റ്റ്. എന്താണ്? ബാങ്കുകൾ മുഴുവൻ നഷ്ടത്തിലോട്ട് പോയി. ആൻഡ് ലീഡിങ് ടു ക്രെഡിറ്റ് ക്രൈസിസ്. എന്ത് ചെയ്തു? കടം അടച്ചവർ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റാതായി? തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവർക്കൊന്നും ജോലി ഇല്ലാത്ത അവസ്ഥയായി. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് വന്നു. ആൻഡ് എക്കണോമിക് കോൺട്രാക്ഷൻ അങ്ങനെ വന്നപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വന്നു, ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടേണ്ട വന്നു. അപ്പോൾ എന്ത് ചെയ്തു? എക്കോണമി കോൺട്രാക്റ്റ് ചെയ്തു. ഡിപ്രഷൻ സ്റ്റേജ്, ഞാൻ ബിസിനസ് സൈക്കിൾ വരച്ചപ്പോൾ പറഞ്ഞു, ആ താഴോട്ട സ്റ്റേജിലേക്ക് എക്കോണമി പോയി. അവിടെ ഒരു വഴിയില്ലാത്ത അവസ്ഥയായി. ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വാസ് റോസ് ഫ്രം 3 to 25%. 3% അൺഎംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്തു? 25% കയറി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്തു? യു എസ് എയിലെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് 33% ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. പ്രൊഡക്ഷൻ കുറഞ്ഞു. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഫേമൊക്കെ കൂടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലേ? അതെന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്തുണ്ടായിരുന്ന പ്രോബ്ലംസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാങ്കുകൾ ഓർത്ത് വയ്ക്കുക, ബാങ്ക് റപ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കുകൾ കടമടച്ച് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല, ക്യാഷില്ല, ബാങ്കിൽ ക്യാഷില്ല. ജനങ്ങൾക്കാണെങ്കിലോ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, ആർക്കും വർക്കില്ല. ഫാക്ടറീസ് ഹാസ് ബീൻ ക്ലോസ്ഡ്. എല്ലാ ഫാക്ടറികളും ക്ലോസ് ചെയ്തു. അങ്ങനെ എക്കോണമി ഈസ് ഫെൽ ടു ഡിപ്രഷൻ. ഭൂമിയിൽ നിന്നിട്ടുള്ള എക്കോണമി എന്ത് ചെയ്തു? താനെ കൂപ്പുകുത്തി താഴോട്ട് വീണു. ഇവിടെയാണ് കെയ്ൻസ് എന്ത് ചെയ്യുന്നത്? ഹി ഈസ് ഗിവിങ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലംസ് ബൈ ഹിസ് പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ഇൻ ദി ഇയർ 1936. അവിടെയാണ് കെയ്ൻസ് ഈ ബുക്ക് ഇറക്കുന്നതും. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? എക്കോണമി എങ്ങനെ, ദാറ്റ് ഈസ് വാട്ട് കെയ്ൻസ് പറയുന്നത്, ലാക്ക് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ദ മേജർ റീസൺ ഫോർ ഡിപ്രഷൻ എന്നാണ് പറയുക. എക്കണോമിക്സ് ഡിപ്രഷൻ ഉണ്ടാകാൻ ഡിമാൻഡ് ഇല്ല. ആ ഡിമാൻഡ് എന്ത് ചെയ്യണം? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആര് കൊടുക്കണം? ദർ ഈസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആര് പറഞ്ഞത്? കെയ്ൻസ് പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, മനസ്സിലായി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഈ ഒരു മാക്രോ എക്കണോമിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? തിയറി ഓഫ് നാഷണൽ ഇൻകം. തിയറി ഓഫ് നാഷണൽ ഇൻകം അത് നമ്മളുടെ അടുത്ത ചാപ്റ്ററാണ്. തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ അപ്കമിങ് ചാപ്റ്ററാണ്. നമ്മൾ വിശദമായിട്ട് അവിടെ പഠിക്കും. തിയറി ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ, അതാണ് ഞാൻ പറഞ്ഞത്. ബിസിനസ് സൈക്കിൾ തന്നെയാണ് ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സസിലേ പഠിക്കുകയുള്ളൂ. ദെൻ തിയറി ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി. അതിൻ്റെ തിയറി നമ്മൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഇവിടെ വാട്ട് ഈസ് മോണിറ്ററി പോളിസി, വാട്ട് ഈസ് ഫിസിക്കൽ പോളിസി എന്ന് നമ്മൾ പഠിക്കും. ദെൻ തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അല്ലേ? എക്കണോമിക് ഗ്രോത്തിൻ്റെ തിയറീസ് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗം നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ്. എന്തൊക്കെയാണ് ഈ മാക്രോ എക്കണോമിക്സിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻകം, തിയറി ഓഫ് നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ട്രേഡ് സൈക്കിൾ, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫോർ വാട്ട് പർപ്പസ് വി ഹാവ് ടു സ്റ്റഡി മാക്രോ എക്കണോമിക്സ്? ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഫസ്റ്റ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. എങ്ങനെയാണ് എക്കോണമി ഫങ്ഷൻ ചെയ്തു പോകുന്നത്? That we have to understand. By studying macroeconomics only, we will be able to understand how the economy is moving. Second one, to make comparison between countries. If we want to compare India and China,
or Japan or India or India and America, we have to study macroeconomics, that is GDP. അല്ലേ, നമ്മൾ ഇന്ത്യൻ എക്കോണമി നിങ്ങൾ പഠിച്ചു, GDP റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്കോണമി നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ടു കമ്പയർ ദ കൺട്രീസ്. നെക്സ്റ്റ് വൺ, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി മെഷേഴ്സ്. ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരികയാണ്, ആ പോളിസി കൊണ്ട് വെദർ ഇറ്റ് ഈസ് ബെനിഫിറ്റ് ആയിരിക്കുമോ ഓർ ലോസ് ആയിരിക്കുമോ, എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാക്രോ എക്കണോമിക് വേരിയബിൾസ്. മാക്രോ എക്കണോമിക്സിൻ്റെ വേരിയബിൾസിനനുസരിച്ചായിരിക്കും അതുണ്ടാവുക. നെക്സ്റ്റ് വൺ, യൂസ്ഫുൾ ഇൻ സ്റ്റഡിയിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എത്രമാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടായി, എത്രമാത്രം എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഈ കൺസെപ്റ്റ് ഒക്കെ പഠിക്കാൻ എന്ത് ചെയ്യണം, മാക്രോ എക്കണോമിക്സ് വേണം. നെക്സ്റ്റ് വൺ, ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിയിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എക്കോണമി. അതാണ് ഫ്ലക്ച്വേഷൻസ്. നമ്മളിങ്ങനെ ബിസിനസ് സൈക്കിൾ ഞാൻ വരച്ച് കാണിച്ചു അല്ലേ, അതുപോലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മളുടെ എക്കോണമി ഒന്ന് ഫ്ലക്ച്വേഷൻ ആണ് അല്ലേ, നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ടായി. നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാത്ത എക്കോണമി എന്ത് ചെയ്തു, എല്ലാം അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, താഴോട്ട് വന്നു. അതുകൊണ്ടാണ് ഇനിയൊരു അടച്ചുപൂട്ടൽ ഗവൺമെൻറ് വരില്ല. കോവിഡ് കേസസ് കൂടിയാൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഒരിക്കലും അടയ്ക്കില്ല. കാരണം എന്താണ്, ഇപ്പോൾ GDP -23% ആണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, എക്കോണമിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, അടയ്ക്കാം. പ്രൊഡക്ഷൻ ഇതൊക്കെ കൂടിയേ പറ്റുള്ളൂ അല്ലേ, എക്കോണമിക്ക് നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അവരൊരിക്കലും ഇനി അടച്ചുപൂട്ടലിന്, അതുകൊണ്ടാണ് അവർ പോകാത്തത്. അവിടെ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, മാക്രോ എക്കണോമിക്സ് വേണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ എക്കോണമിയിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, അതല്ല, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അതൊന്ന് കുറച്ച് മാറിയിട്ട് സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ഈസ് ഹൗസ് ഹോൾഡ്. ഫസ്റ്റ് വൺ ഈസ് ഹൗസ് ഹോൾഡ്. They are the consumption unit in the economy. Household refers to an individual or group of individuals. നമ്മൾ അടങ്ങുന്ന എല്ലാവരുടെയും വീട് അല്ലേ, ഹൗസ് ഹോൾഡ് തന്നെയാണ്, വീടെന്ന് തന്നെയാണ് മീനിങ്. അതെന്താണ്, നമ്മളെന്താണ്, കൺസംഷൻ യൂണിറ്റ് ആണ്. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ നമ്മളുടെ എയിം എന്താ, നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ അല്ലേ, നമ്മൾ വാങ്ങുക. കൺസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ പർച്ചേസിങ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഈസ് നോൺ ആസ് കൺസംഷൻ അല്ലേ. നമ്മൾ പോവുക, നമ്മളുടെ സാധനങ്ങൾ വാങ്ങുക, ദെർബൈ വി ആർ സാറ്റിസ്ഫൈയിങ് അവർ നീഡ്സ്. We are satisfying our needs or utility എന്നുള്ളതാണ്. That is what the first sector of economy. Next one is firms. Firms, they are into production. അവരെന്താ ചെയ്യേണ്ടത്, they are into production. they are producing goods and services according to the needs of the society. ആ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ളതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുകയാണ് ആ ചെയ്യുന്നത്, ഫേംസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ജനറേറ്റ് വെൽത്ത് എന്നാണ് പറയുന്നത്. അവരാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. ഒരു ഫേം അല്ലേ, ഒരു ബിസിനസ്, ഫാക്ടറീസോ അല്ലെങ്കിൽ സ്കൂളോ എന്ത് സ്ഥാപിക്കുകയാണെങ്കിലും ദേ ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അവരെന്ത് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഫേംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ് ഡസ് നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്, പ്ലേസ് എ റെഗുലേറ്ററി റോൾസ്. അതാണ് പറയുന്നത്, ദർ ഈസ് എ ഫോഴ്സ്ഡ് കൺട്രോൾ. ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം, ഗവൺമെൻറ് വേണം. ഒരു സാധനത്തിന് കൂടുതൽ വില ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് വിൽ ബി ഫിക്സിങ് എ പ്രൈസ്. അവിടെ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. അതിന് മുകളിലോട്ട് ആർക്കും പോകാൻ പറ്റില്ല. ഇനി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, തൊഴിലില്ലായ്മ വേതനം അല്ലേ, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാകും. പെൻഷൻ സ്കീംസും നമ്മുടെ അങ്ങനത്തുള്ള സ്കീംസൊക്കെ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അവിടെ റെഗുലേറ്റ് ചെയ്യുക, എക്കണോമിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് എക്കോണമിയെ സ്റ്റേബിളായി പിടിച്ചു നിൽക്കുന്നതാണ് ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ സെക്ടർ. ഇറ്റ് ഈസ് ഫോറിൻ യൂണിറ്റ്സ് ആണ്. ദറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്തത്, നമ്മൾക്ക് ഓവറായിട്ടുള്ളത് അല്ലേ, ആവശ്യമില്ലാത്തതല്ല, ഓവർ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഗുഡ്സുകൾ എന്ത് ചെയ്യും, ഹൈ ക്വാളിറ്റി ഗുഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും, ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് അയക്കും. Okay, so these are the 4 sectors of an economy that includes household, firms, government and external sector. External sector includes export and import. This is very important because upcoming chapters ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കുന്നത്. Okay, last topic of this class is open economy and closed economy. The open economy and closed economy.
ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പൺ അല്ലേ, അവിടെ എന്തുണ്ടാകും, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടാകും. ആൻഡ് ദ കൺട്രി വിൽ ഹാവ് എ ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ കൺട്രി അല്ലേ, വേറെ കൺട്രികളുമായിട്ട് ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ എക്കോണമി. ഇഫ് it is closed means it does not have economic relationship with any of the other countries അല്ലേ, ബാക്കി രാജ്യങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് എൻറ്റയർ എക്കോണമിയാണ് അല്ലേ, ഇതൊരു എൻറ്റയർ എക്കോണമിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഡാറ്റ മേ നോട്ട് ബി അവൈലബിൾ. നമ്മളെല്ലാം പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റ കിട്ടില്ല, അത് ആക്യുറേറ്റ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ദെൻ ദ ജനറൽ അനാലിസിസ് വിൽ നോട്ട് ബി ആക്യുറേറ്റ് റിസൾട്ട് അല്ലേ, നമ്മൾ ജനറലായി പറഞ്ഞിട്ട് അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിൽ എത്തിക്കുമ്പോൾ എന്താകും, ചിലപ്പോൾ അത് റിസൾട്ട് തെറ്റാവുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യം, ഒന്ന് ഡാറ്റ അവൈലബിലിറ്റി ഉണ്ടാവില്ല, പിന്നെ നമ്മൾ ജനറലായി പറഞ്ഞിട്ട് അത് ഇൻഡിവിജ്വലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രോബ്ലംസ് ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചത് എന്താണ്, ഫസ്റ്റ് വൺ മാക്രോ എന്നുള്ള ടേം കൊണ്ടുവന്നത് റാഗ്നർ ഫ്രഷ് ആണ്. അത് ഇൻ ദി ഇയർ 1933 അദ്ദേഹം കൊണ്ടുവരുന്നത്. ദെൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്താണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് എന്താണ്, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് ഇവല്യൂഷൻ ചെയ്ത് വന്നത്, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലേ, അത് ഡ്യൂ ടു ഗ്രേറ്റ് ഡിപ്രഷനാണ്. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷന് മുന്നേ ഉള്ള ഒരു ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടാണ് നമ്മളുടെ ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡും മാൽത്തസും JB സേയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ എക്കണോമിക്സ്. അവർ ബിലീവ് ചെയ്തിട്ടുള്ളത് ലേസേ ഫെയർ എക്കോണമിയിലും സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിലും ഫുൾ എംപ്ലോയ്മെൻറ്റിലും ഇൻവിസിബിൾ ഹാൻഡുമാണ്. പക്ഷേ 1930s അല്ലെങ്കിൽ ആ 2930s ആയപ്പോൾ എന്ത് ചെയ്തു, എക്കോണമി ഇൻ ദ സ്റ്റേജ് ഓഫ് ഡിപ്രഷനായി. അവിടെ എന്ത് ചെയ്യാണ്, കെയ്ൻസ് എന്ത് ചെയ്യാണ്, പുതിയൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ് ഈ ഡിപ്രഷന് വേണ്ടിയിട്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, മാക്രോ എക്കണോമിക്സ് എമർജ് ചെയ്യുന്നത്. കെയ്ൻസ് അതിൽ പറയുന്നത് ഒരു ഇൻവിസിബിൾ ഹാൻഡ് അല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കോണമിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്കണോമിക് പ്രോബ്ലംസിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ ഇൻഫ്ലേഷൻ കുറേ തിയറികളുണ്ട് ഇല്ലേ, തിയറീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ഇതൊക്കെ നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് പഠിച്ചു. ദെൻ സെക്ടേഴ്സ്, 4 സെക്ടർ ഉണ്ട്, ഫേംസും, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ അല്ലേ. നമ്മൾ ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി എന്നുള്ളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് കൃത്യമായി നോട്ട് എഴുതി വയ്ക്കുക. ഇതിന് ശേഷം നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഡീൽ ചെയ്ത് പോകുന്നതായിരിക്കും, തിയറി ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആയിട്ടുള്ള ആ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ്. അപ്പോൾ ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇനി ഇത് ഒറ്റ ക്ലാസ്സിൽ എടുത്ത് തീർത്തു എന്നോ അതിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ. ഹാവ് എ നൈസ്